സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേൽ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുക. കരട് വോട്ടർ പട്ടികയിൽ മാപ്പിംഗ് ചെയ്യാൻ കഴിയാത്ത 19 ലക്ഷം ആളുകൾക്കും വിവരങ്ങൾ നൽകിയതിൽ വൈരുദ്ധ്യമുള്ളവർക്കും ഹിയറിംഗിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹിയറിംഗ് നടപടികൾ അടുത്ത മാസം 14-ാം തീയതി അവസാനിക്കുമെന്നാണ് വിവരം. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മേഘ്ന, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിനുശേഷം ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ഈ കരട് പട്ടികയിന്മേൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുള്ളവർക്കും തിരുത്തലുകളുള്ളവർക്കും അതിൽ രേഖകൾ ഹാജരാക്കാമെന്നുള്ളതാണ്. അതിൽ ഇന്നാണ് അതിന്റെ അവസാന തീയതി വരികയും ചെയ്യുന്നത്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നതും 19 ലക്ഷത്തിലധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ നൽകിയത് എന്നുള്ളതാണ്. അതിൽ 11 ലക്ഷം പേർ, അത് 9 ലക്ഷം പേർ പ്രവാസികളും, അതുപോലെ തന്നെ മൊത്തത്തിൽ 11 ലക്ഷം പേരാണ് തിരുത്തലുകൾ വരുത്താനും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും മാത്രമായി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 16,000 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാനായും അപേക്ഷ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇനി കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. അതിൽ ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതിനു മുന്നായി തന്നെ ഹിയറിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ രേഖകൾ ഹാജരാക്കി ഈ ഇത്രയും ലക്ഷം ആൾക്കാരെ ഹിയറിംഗിന് ഹാജരാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്. അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് വരെ ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകളുള്ളവർക്ക് അല്ലെങ്കിൽ ആക്ഷേപങ്ങളുള്ളവർക്ക്, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ഒരു തിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാമെന്നുള്ളതാണ്. അതിനുള്ള അവസാന തീയതിയാണെന്ന്. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാവുക, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.